ദേശീയപാതയിൽ കാഞ്ഞിരപ്പള്ളിക്കും മുണ്ടക്കയത്തിനുമിടയിൽ അപകടങ്ങൾ പെരുകുന്നു. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ മുണ്ടക്കയത്തിനും കാഞ്ഞിരപ്പള്ളിക്കുമിടയിൽ അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. റോഡിൻ്റെ ശോചനീയാവസ്ഥയും കൊടുംവളവും വാഹനങ്ങളുടെ എണ്ണപ്പെരുപ്പവും അമിത വേഗതയുമെല്ലാം അപകടങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പൈങ്ങന സെന്റ് തോമസ് പള്ളിയുടെ മുൻവശത്തെ വളവിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരുന്നു. തിങ്കളാഴ്ച ഇടച്ചൊറ്റിയിൽ സ്കൂൾ ബസ്സും കാറും കൂട്ടിയിടിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് പരിക്കേറ്റിരുന്നു. ഇടച്ചൊറ്റിയിലെ ഈ ഭാഗത്ത് മാത്രം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3ഓളം അപകടങ്ങൾ ഉണ്ടായതായി പ്രദേശവാസികൾ പറയുന്നു. ചിറ്റടിക്ക് സമീപം സ്കൂട്ടർ അപകടത്തിൽ യാത്രക്കാരന് പരിക്കേറ്റിരുന്നു. ദേശീയപാതയായി ഉയർത്തി പതിറ്റാണ്ട് പിന്നിട്ടെങ്കിലും ഇപ്പോഴും കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയുടെ ഭാഗമായ റോഡിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. കാഞ്ഞിരപ്പള്ളിക്കും മുണ്ടക്കയത്തിനുമിടയിൽ റോഡിൻ്റെ കൊടും വളവുകൾ അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ചില ഇടങ്ങളിൽ റോഡിൻ്റെ വശത്തെ ഓടയുടെ നിർമ്മാണമല്ലാതെ മറ്റ് നവീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല. എന്നാൽ വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. മറ്റ് ജില്ലകളിൽ 4 വരി പാതയ്ക്ക് സമാനമായ ദേശീയപാത ഉയരുമ്പോഴും പഴയ KK റോഡിന് ഇപ്പോഴും പഞ്ചായത്ത് റോഡിൻ്റെ നിലവാരം മാത്രമാണെന്ന ആക്ഷേപവും ശക്തമാണ്. കാഞ്ഞിരപ്പള്ളിക്കും മുണ്ടക്കയത്തിനുമിടയിൽ പതിവായി അപകടങ്ങൾ നടക്കുന്ന മേഖലകൾ ഉണ്ട്. പൈങ്ങനായിലെ അടുപ്പിച്ചുള്ള കൊടുംവളവുകൾ സ്ഥിരം അപകടവേദിയാണ്. ചിറ്റടി ഗുരുമന്ദിരത്തിന് സമീപവും അട്ടിവളവും അപകട കേന്ദ്രങ്ങളാണ്. ചോറ്റി നിർമ്മലാലൻ ജംഗ്ഷനും ഇടച്ചോറ്റിയും പൊടിമറ്റത്തിന് സമീപത്തെ വളവുകളും പതിവായി അപകടങ്ങൾ നടക്കാറുള്ള മേഖലകളാണ്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.